നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കായോ ഹോർഗെ ബ്രസീലിൻ്റെ ഏറെ പ്രതീക്ഷയുള്ള നമ്പർ 9 സ്ട്രൈക്കറായി വളർന്നു വരികയാണവൻ. ബ്രസീലിയറോ സിരിയയിൽ അവൻ പൊളിച്ചടുക്കി ക്രുസൈറോക്ക് വേണ്ടി പോയ സീസണിൽ ഗോൾ വർഷം തന്നെ നടത്തി ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് ഒരു അവസരവും അവന് കൊടുത്തു. വേൾഡ് കപ്പിനുള്ള ബ്രസീൽ ടീമിൽ കായോ ഹോർഗെ ഉണ്ടാകുമോ എന്നുള്ള ഒരു ചോദ്യം ഇപ്പോൾ ആരാധകരുടെ മനസ്സിലുണ്ട്. അങ്ങനെ ബ്രസീലിൻ്റെ നമ്പർ 9 സ്ട്രൈക്കർ എന്ന റോളിലേക്ക് പലരും ഉയർത്തിക്കാണിക്കുന്ന കായോ ഹോർഗയ്ക്ക് വേണ്ടി ഇപ്പോൾ റയൽ മാഡ്രിഡ് രംഗത്തുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ബ്രസീലിയൻ വമ്പൻ ക്ലബ്ബും രംഗത്തുണ്ട് എന്ന വാർത്ത പുറത്തേക്ക് വരുന്നു. ട്രാൻസ്ഫർ മാർക്കറ്റ് എക്സ്പേർട്ടായിട്ടുള്ള സ്പോർട്സ് ജേർണലിസ്റ്റ് റൂഡി ഗലേറ്റിയാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിട്ടുള്ളത്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: റയൽ മാഡ്രിഡ് ഹാസ് കായോ ഹോർഗെ ഇൻ ഇറ്റ്സ് സൈറ്റ്സ്. റയലിൻ്റെ ശ്രദ്ധയിൽ കായോ ഹോർഗെ ഉണ്ട്. 23-കാരനായിട്ടുള്ള ഫോർവേഡിനെ അവരുടെ പോസിബിൾ റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ട് ടീമിനെ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ടാർഗറ്റായിട്ട് അവർ കാണുന്നു. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്പർ 9 സ്ട്രൈക്കറെ സ്വന്തമാക്കാൻ വേണ്ടി ഫ്ലമിംഗോ രംഗത്തേക്ക് വന്നപ്പോൾ ക്രുസൈറോ ചോദിച്ചത് 50 മില്യൺ യൂറോസാണ്. അപ്പോൾ റയലും ഫ്ലമിംഗോയും തമ്മിൽ ഒരു ബിഡിംഗ് വാറിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ള ചോദ്യമാണിപ്പോൾ ഏതായാലും റൂഡി ഗലേറ്റി ചോദിക്കുന്നത്. കാത്തിരുന്ന് കാണണം. ഈ ട്രാൻസ്ഫർ മാർക്കറ്റിൽ എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളത് നമുക്ക് മുൻകൂട്ടി പറയാൻ കഴിയുകയില്ലല്ലോ. ഏതായാലും നിലവിൽ റയൽ മാഡ്രിഡിൻ്റെ സ്ട്രൈക്കർ കിലിയൻ എംബാപ്പെ പരിക്കേറ്റ് അദ്ദേഹം 4-5 മത്സരങ്ങളിൽ പുറത്തിരിക്കുമെന്നാണ് റിപ്പോർട്ട്. എൻട്രിക്കാണെങ്കിൽ ലോണിൽ പോവുകയും ചെയ്തു. ഇനിയിപ്പോൾ ഗാർസി അവിടെയുണ്ട്, മറക്കുന്നില്ല. എന്നാൽ പോലും ക്രുസൈറോയിൽ നിന്ന് താരത്തെ എത്തിക്കാൻ, കായോ ഹോർഗെ എത്തിക്കാൻ വേണ്ടി റയൽ ശ്രമം നടത്തുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ട കാര്യം. ജനുവരിയിൽ റയൽ അങ്ങനെ വലിയ നീക്കങ്ങൾ നടത്തിയേക്കില്ല എന്ന സൂചനകൾ നേരത്തെ സ്പാനിഷ് മാധ്യമങ്ങൾ നൽകിയതാണ് എന്ന കാര്യം കൂടി ഓർക്കുക. ഏതായാലും റയലിൻ്റെ ശ്രദ്ധയിൽ കായോ ഹോർഗെയുണ്ട്. ഇനി ഒരു ട്വിസ്റ്റ് ഉണ്ടാകുമോ? ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.